Hello. Welcome to Market Discussion of the Day. Today, July 13, 2026, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും അടുത്ത ആഴ്ച അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം വീണ്ടും നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഫോർമസ് അടച്ചിട്ടു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്താണ്, നാറ്റോ മീറ്റിംഗ് എന്ന് പറയുന്നത്. നാറ്റോ മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഓക്കെ, എന്താ പറയുക, യൂറോപ്പിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്കറ്റിനെ വേറൊരു ദിശയിലോട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ എന്താ പറയുക, ഒരു ഫ്ലോ തന്നെ മാറ്റിയത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രീൻലാൻഡ് വേണം. നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ഈ വർഷം ഫെബ്രുവരി ജനുവരി സമയത്ത് ഈ ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗ്രീൻലാൻഡ് പുള്ളിക്കാരന് വേണം എന്നുള്ളൊരു കാര്യം അല്ലേ. സോ അതിന് യൂറോപ്യൻ കൺട്രീസ് അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിന്, ഇപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ രാവിലെ കഴിഞ്ഞ വീക്കിൽ 4120 ക്ലോസ് ആയ മാർക്കറ്റ് ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 4050 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വീണ് പോയി, ഡംപായി പോയ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര ജമ്പ് അപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ട്രംപ് കഴിഞ്ഞ നാറ്റോ മീറ്റിങ്ങിന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, ഇവരുമായിട്ടുള്ളൊരു എന്താ പറയുക, ഇറാനുമായിട്ടുള്ള വാറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. സോ അതിനുശേഷം അവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കാർഗോ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വീണ്ടും ഒരു കുഴഞ്ഞ് മറിഞ്ഞ ഒരു സിറ്റുവേഷനിലോട്ട് വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇറാൻ എന്ത് ചെയ്തു, സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അതിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകൾ എന്താ പറയുക, ഒരു പൈസ കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതിന് റെസ്പോണ്ടായിട്ട് എന്താ പറയുക, US മിലിറ്ററി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇറാന് പ്രത്യേകിച്ച് ഒരു കൺട്രോളും ഇല്ല ഈ ഒരു വാട്ടറിൽ. ഓക്കെ, സോ അതേപോലെ തന്നെ US ലോഞ്ച്ഡ് മിസൈൽ എയർ സ്ട്രൈക്സ് ബോംബിങ് അബൌട്ട് 340ഓളം മിലിറ്ററി ടാർജറ്റ്സ് ബോംബ് ചെയ്തു ഇൻസൈഡ് ഇറാൻ എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ഇന്ന് രാവിലെയാണത് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ടുണ്ടായ മാർക്കറ്റിൻ്റെ റിയാക്ഷനാണ് രാവിലെ നമ്മൾ കണ്ടത് അല്ലേ. സോ അതേപോലെ തന്നെ ഇറാൻ എന്ത് ചെയ്തു, ഇറാൻ ഷൂട്ട് ചെയ്തു അവരുടെ മിസൈൽസും ഡ്രോൺസും അവരുടെ നിയർ ബൈ കൺട്രീസിലെ, അതായത് US മിലിറ്ററി ഉള്ള അവരുടെ നിയർ ബൈ കൺട്രീസ് ആയിട്ടുള്ള ബഹ്റിനിലെയും കുവൈറ്റിലെയും ഖത്തറും ജോർഡനും ഒമാനിലും ഒക്കെ ഇറാനും തിരിച്ചറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം വളരെ ശാന്തമായിട്ട് നല്ല ഒരു മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലൊക്കെ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഈ പറയുന്ന ട്രംപണ്ണന് വയ്യ അല്ലേ, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ എനിവേയ്സ് ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു. ഇത് നമ്മൾ നേരത്തെ പറയുന്ന സെയിം കാര്യം, ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്താണ്, ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ US ഡോളറിൻ്റെ റേറ്റ് കൂടുന്നു, വാല്യൂ കൂടുന്നു. ഓക്കെ, സോ അതിലൂടെ ഗോൾഡ് താഴോട്ട് പോകുന്നു എന്ന് പറയുന്ന എക്കണോമിക്സ് ഇവിടെ വർക്കാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടിട്ട് നമ്മളെ ട്രെൻഡ് വീണ്ടും മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ബൈ സൈഡിലോട്ട് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് വേണം ബൈ സൈഡിലോട്ട് നിൽക്കാൻ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മളുടെ ഈ തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ഓക്കെ, ഇന്ന് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. നമ്മളുടെ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമ്മുടെ FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. രാത്രി 10 മണിക്ക് FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഉച്ചയ്ക്ക് 2:15 നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, GBP ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPI ഡേറ്റ വരുന്നുണ്ട്. ഓക്കെ, CPI ഡേറ്റയുടെ സമയത്ത്
നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. അതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 7:30 മണിക്ക് കുനുമേ കുരു പോലെ വാഷിൻ്റെ കെവിൻ വാഷ് പുതിയ ഫെഡറൽ ചെയർമാൻ കെവിൻ വാഷിൻ്റെ എന്താ പറയുക സ്പീച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. സോ നാളെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോളം ട്രേഡ് അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. സോ മറ്റന്നാൾ നമുക്ക് രാവിലെ 1:30 ഇന്ത്യൻ ടൈമിംഗ് 1:30 ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, GBP ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. PPIയുടെ ന്യൂസ് വരുന്നു US ഡോളർ. വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്, എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, 7:30 വീണ്ടും ഫെഡറൽ ചെയർമാൻ വാഷിൻ്റെ സ്പീച്ച് നടക്കുന്നുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വ്യാഴാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ GBPയിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. സോ GBP ഇന്ന് ഈ ആഴ്ച ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്ത് തന്നെ പോകണം കേട്ടോ. GBPയിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട്. GBP കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വീക്കെൻഡിൽ എല്ലാവരും അവരുടെ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്താ പറയുക, GBP ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ന്യൂസുകൾ ഉണ്ടായതുകൊണ്ടിട്ടാണ്. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് നമുക്ക് US ഡോളറിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. റീറ്റെയിൽ സെയിൽസ് എന്തുകൊണ്ട് ഈ മഞ്ഞ കളറാണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. റീറ്റെയിൽസൊക്കെ റെഡായിട്ട് ഇടേണ്ട സാധനമാണ്. പക്ഷേ എല്ലാ വ്യാഴാഴ്ചയും വരുന്ന കണക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമുണ്ട്. അന്നും വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. ചൊവ്വയും വ്യാഴവും മാറി നിൽക്കുക. ഓക്കെ, ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഓക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. നമുക്ക് വെള്ളിയാഴ്ച അത്യാവശ്യം നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരാം. ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതാണ് USD JPY 162.268. നമ്മൾ ഒരുപാട് കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്ത് 162.6050 ലെവലിൽ നമ്മൾ സെല്ല് ചെയ്താൽ എപ്പോഴെങ്കിലും US ഡോളറിന് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ആ പ്രോഫിറ്റ് നമ്മളൊരു 160 അവിടെ നിന്നൊക്കെ 161 അവിടെയൊക്കെ റെസിസ്റ്റഡ് ആവുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ സപ്പോർട്ടഡ് ആവുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോഫിറ്റ് എടുത്ത് മാറുക. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ആരൊക്കെയോ വീണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീഴുന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് നമുക്കൊരു 300-400 പിപ്പോളം മൂവ് ചെയ്യും. ഓക്കെ, ആ 300-400 പിപ്പ് മൂവ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും എന്തിനാണ് ഈ ഒരു പൊസിഷൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രോഫിറ്റ് എടുത്ത് മാറുക. സോ 162.50 മുതലേ വേണം എന്നുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാൻ തുടങ്ങാം. ഇതും ഈ ആഴ്ചയും കിട്ടും. വെയിറ്റ് ചെയ്യാം, ഇപ്പോഴല്ല പോയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. 162.6, 162.7, 162.8. ഓക്കെ, ഒന്നും കൂടെ കിട്ടും. ഓക്കെ, ചിലപ്പോൾ ആ കിട്ടലിനായിരിക്കും ചിലപ്പോൾ ഈ 300 പിപ്പൊക്കെ കിട്ടുന്നത്, എനിക്കറിയില്ല. ജപ്പാനീസ് ഗവൺമെൻറ്, ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എനിക്കതിനെപ്പറ്റി ഒരു പിടിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ USD JPY 100 ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാം. 163.20 മുകളിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കുക. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ നേരെ നമ്മളുടെ GBP USD 1.3383 നിൽക്കുന്നു. ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മാർക്കറ്റ്. ഇപ്പം ഒന്നും പറയാറായിട്ടില്ല. സോ എനിക്ക് 2 ഓപ്ഷനാണ് നാളത്തേക്കുള്ളത്. ഇന്നത്തേക്ക് GBPന്ന് മാറി നിൽക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് 1.3500 അവിടെ നിന്ന് കിട്ടിയാൽ 1.3350 അല്ല 1.3350 അവിടെ കിട്ടിയാൽ നമുക്ക് 1.3300 ഒക്കെ അടുത്ത്, അല്ലെങ്കിൽ 1.3290 റേഞ്ചിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ബൈ ചെയ്ത് പോവാം. ഓക്കെ, അത് ഇന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാലും ബൈ ചെയ്ത് പോവാം. പക്ഷേ സേഫായിട്ടുള്ളൊരു കാര്യം, നാളെ രാവിലെ ട്രേഡ് ചെയ്യുന്നതാണ്. നാളെ രാവിലെ മാർക്കറ്റ് 1.3400 മുകളിലാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3400 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അതാണ് സേഫായിട്ടുള്ളൊരു കാര്യം. ഇല്ല എങ്കിൽ ഇന്ന് തന്നെ 1.3300 അവിടെ കിട്ടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ 1.3320, 1.3310 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്ത് പോവാം. ഓക്കെ, സോ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള GBPയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ EUR USD
യൂറോയിലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡൗട്ട്ഫുള്ളാണ് 1.1400 അവിടെ നിന്ന് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ സെയിം നമ്മുടെ GBPയിൽ വെയിറ്റ് ചെയ്യുന്നത് പോലെ വെയിറ്റ് ചെയ്യുക. നാളെ രാവിലെ 7:30 മണിക്ക് 1.1400 മുകളിലാണ് എങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. 1.1300 അവിടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡ് ആശാനിലോട്ട് വരാം. ഗോൾഡ് ആശാൻ ദാ ചെറിയൊരു റിക്കവറി ഒക്കെ കാണിക്കുന്നുണ്ട്. 4059 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു എൻട്രി കിടക്കുന്നത് 4080 അവിടെ നിന്നുള്ളൊരു സെൽ എൻട്രിയാണ്. ഓക്കെ, സോ 4080 അവിടെ സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. 4080-85 ലെവലിൽ സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. 4080-85 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4105 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഒരു $20 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ആ ഒരു സെൽ എൻട്രി എടുക്കുക. ഇത് മാത്രമാണ് ഇന്നത്തെ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, 4080 അടുത്തുള്ളൊരു സെൽ എൻട്രി മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ 4080 അവിടെ സെല്ല്, 4080 അടുത്ത് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4105 അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പ്രണവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതേപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.